അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹൈസുവിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. പെട്ടെന്നാണ് സത്യം പറഞ്ഞ സമയമൊക്കെ പോകുന്നത്. ഇപ്പോഴും എൻ്റെ മൈൻഡിൽ അന്ന് ജനിച്ച് വന്ന ആ ഒരു സമയമാണുള്ളത്. അത് എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ആക്ച്വൽ പ്ലാൻ എന്ന് പറയുന്നത് വക്കത്ത് കായലോരം എന്ന് പറഞ്ഞൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നായിരുന്നു. ഇത് 12 മണിയാകുമ്പോഴേ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവത്തുള്ളൂ. കിഡിലൻ ഫുഡാണ്, നല്ല നാടൻ ഐറ്റംസാണ്, കരിമീനും കൊഞ്ചും അങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 2 വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടുകാരാണ് വരുന്നത്. അവിടെ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അനിയത്തിയുടെ കൂടെ ചാടി കയറി വന്നതാണ്. അപ്പോൾ വഴിയിൽ വെച്ച് ചെറുതായിട്ട് ഉമ്മി എന്നൊക്കെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഞങ്ങളെ കണ്ടതുകൊണ്ടാണ് വേഗം തന്നെ ഇക്കാരെ കയ്യിൽ കയറിയിട്ട് ഇവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. കാരണം ഒരു 12-12:15 ടൈമിലായിരുന്നു. ഞങ്ങൾ ആ ഓപ്പണിംഗ് ടൈമിൽ തന്നെയാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിൽ പോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് ബോട്ടിങ്ങിന് കയറണം എന്നുണ്ടായിരുന്നു. ഹൈസുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കണ്ടപ്പോൾ. പക്ഷേ കണ്ട എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അവൻ്റെ എന്തായിരുന്നു അവൻ്റെ ആക്ച്വൽ റിയാക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു. കാരണം ഫുഡ് കഴിക്കാനുള്ളൊരു ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ക്യാപ്പ് വെക്കാനായിട്ട് ഒരുപാട് പാടുപെട്ടു. പക്ഷേ അവനത് ഒട്ടും തന്നെ വെക്കുന്നുണ്ടായിരുന്നില്ല, വലിച്ച് ദൂരെ എറിഞ്ഞു. പിന്നെ ആ ക്യാപ്പ് വെച്ചതിൻ്റെ സമയത്ത് അവിടെ ഒരു പാടും വീണിട്ടുണ്ട്, കാരണം ആ വള്ളി കൊണ്ടിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈസൂന് ഇപ്പോഴും മെഡിസിൻ കൊടുക്കുന്നതായിട്ടുള്ളൊരു ക്ഷീണം അവൻ്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയായതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളൊരു ഫ്രണ്ടാണ് അവിടെ വെച്ച് കണ്ടതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്ത ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ആ കാണുന്ന ബോട്ടിൽ കയറാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ആ ബോട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കണ്ടോ, അടിപൊളി ഫുഡാണ്, സൂപ്പർ അത്രയും കിട്ടില്ല ഫുഡായിരുന്നു ഇവിടുത്തെ ഫുഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഗുസ്തിയും കാര്യങ്ങളും പ്രകടനങ്ങളൊക്കെയാണിത്. ഞങ്ങളിപ്പം ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ബോട്ട് അവർ പറഞ്ഞത് അതല്ല ഞങ്ങൾക്ക് വരുന്നത്. അതോ ആ കാണുന്ന ആ ബോട്ടിലാണ് നമ്മൾ പോകുന്നതെന്നാണ്. കാരണം നമ്മളൊരു 7-8 പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഹൈസു ഭയങ്കര കാര്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു കാര്യമില്ലായിരുന്നു. അവന് കയറാൻ സമയത്ത് നല്ല പേടിയായിരുന്നു. അവന് പൊതുവേ ഇച്ചിരി വെള്ളം പേടിയാണ്. വെള്ളത്തിലൊന്നും കാല് വയ്ക്കാൻ പറഞ്ഞാൽ ഇറങ്ങാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കയറിയ ഉടനെ ആശം ഉറങ്ങിപ്പോയി. ഈ ഗുസ്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് കാറിൽ വീട്ടിൽ വരാൻ സമയത്താണ് എണീറ്റത്. അപ്പോൾ ഈ ഒരു ബോട്ട് നേരെ പോകുന്നൊരു തുരുത്തിലാണ്. അപ്പോൾ തുരുത്തിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനിയത്തി ഇക്കായൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോന് കയ്യിലിരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഇരുന്നു. നല്ല വെയിലായിരുന്നു. ഫ്രണ്ടിൽ വീഡിയോസ് എടുക്കാമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ കയറിയിരുന്നേ. പക്ഷേ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു റൗണ്ടിങ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി ആ വെയിലൊക്കെ ഒന്ന് കൂളായിട്ട് നല്ല കാം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ നാടൻ ഫുഡും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു കായലോരം റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ കിട്ടും. ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള ഹോട്ടലാണിത്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ